രാഖ് സീരീസ് കണ്ടു. അനുഷ നന്ദകുമാറും സന്ദീപ് സാകേതും പ്രോസിത് റോയും ചേർന്ന് ഒരുക്കിയ ഹിന്ദി ക്രൈം ത്രില്ലർ സീരീസ് ആണ്. അലി ഫസൽ, സോനാലി ബേന്ദ്രെ, ആകാശ് മഖീജ, രമൺദീപ് യാദവ് തുടങ്ങിയവരൊക്കെയാണ് ഇതിലെ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ സീരീസിനെ കുറിച്ച് രംഗാബില യഥാർത്ഥ കേസിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സീരീസ് ആണിത്. 1978 ഓഗസ്റ്റ് 26 വൈകിട്ടായിരുന്നു ഈ യഥാർത്ഥ സംഭവം നടന്നത്. അതിന്റെ കൂടെ അല്പം ഫിക്ഷൻ ഒക്കെ ചേർത്ത് ഒരുക്കിയ സ്ക്രിപ്റ്റ് ആണ് ഈ സീരീസിലുള്ളത്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കിടിലൻ ക്രൈം ഡ്രാമയാണ് രാഖ്. ഇത് ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സാധനമല്ല. ശരിക്കും സ്ട്രോങ് ആയ ഭീകരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഒക്കെ നമുക്ക് സമ്മാനിക്കുന്ന ടൈപ്പ് കഥയാണ്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഹൗണ്ടിങ്ങും ഡിസ്റ്റർബിങ്ങും ആയിട്ടുള്ള ഒരു സീരീസ് ആണെന്ന് പറയാം. ഇത് കണ്ടു കഴിഞ്ഞ് കുറെ നാൾ മനസ്സിൽ വല്ലാതെ ഒരു നീറ്റിൽ പോലെ കിടക്കുകയും ചെയ്യും. റിയൽ സംഭവമാണെന്നുള്ളത് ഇതിന്റെ ഇമോഷൻസ് സ്ട്രോങ് ആക്കുകയും ചെയ്യും. വെറും ഒരു മർഡർ മിസ്റ്ററി അല്ല, അവശേഷിക്കപ്പെട്ട മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടി റിയലിസ്റ്റിക് ആയിട്ട് പറയുന്ന ഒരു കഥയാണ് ഇതിനുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി നമ്മൾ കുറച്ചു നേരം സൈലന്റ് ആയിട്ട് ഇരുന്നു പോകും എന്ന് പറയാം. അത് ഇതിനൊരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്ക് സങ്കടം, ഭയം, ദേഷ്യം തുടങ്ങിയ എല്ലാ വികാരങ്ങളും ഓരോ എപ്പിസോഡും കാണുമ്പോൾ നമുക്ക് തോന്നും. ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തുവിടാനൊക്കെ ശരിക്കും പേടി തോന്നുകയും ചെയ്യും. സോ യഥാർത്ഥ സംഭവങ്ങളെ അതിന്റെ തനിമ ഒട്ടും ചോരാതെ തന്നെ എഴുതി നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത ഒരു സീരീസ് ആണ്. നല്ല സ്ക്രിപ്റ്റ്, നല്ല ക്യാരക്ടേഴ്സ്, സ്ട്രോങ് ആയിട്ടുള്ള വില്ലന്മാർ, നല്ല മേക്കിംഗ്, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, ആർട്ട് വർക്ക് ഒക്കെ എടുത്തു തന്നെ പറയണം. ഒപ്പം പെർഫെക്റ്റ് കാസ്റ്റിംഗും അഭിനയിച്ചവരുടെ എല്ലാം കിടിലം പെർഫോമൻസും. അങ്ങനെ പോസിറ്റീവ്സ് ഏറെയാണ്. വില്ലൻ ക്യാരക്ടേഴ്സിൽ ഒരാളുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര റോ ആയിട്ടാണ് കേട്ടോ ഇതിലെ ക്രൈം പോർഷൻസ് ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വീക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു സാധനമല്ല. ഒരല്പം മനക്കെട്ടി വേണ്ടി വരും. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കിടയിലെ ജാതി പൊളിറ്റിക്സ് ഉൾപ്പെടെ സീരീസ് അതിന്റേതായ രാഷ്ട്രീയം സംസാരിക്കുന്നുമുണ്ട്. അലി ഫസലാണ് ഇതിലെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയപ്രകാശ് ജാദവ് ആയിട്ട് വരുന്നത്. ഗംഭീര പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത്. ഒരേ സമയം ആ ക്യാരക്ടറിന്റെ നിസ്സഹായതയും അർപ്പണബോധവും മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹീറോ ആകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അയാൾക്ക് ഈ ഇരകൾക്ക് നീതി ലഭിക്കണം എന്ന ആത്മാർത്ഥമായ തോന്നലുള്ളത് കൊണ്ടും എങ്ങനെയെങ്കിലും ക്രിമിനലുകളെ പിടിക്കാനായിട്ട് പുള്ളി മറ്റൊന്നും വകവയ്ക്കാതെ ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ്. അത് അത്രയും കൺവിൻസിംഗ് ആയിട്ട് തന്നെ പുള്ളിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ ബാബു, രജ്ജോ എന്നീ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആകാശ് മഖീജയുടെയും രമൺദീപ് യാദവിന്റെയും പെർഫോമൻസ് അന്യായമാണ്. ശരിക്കും ഇതിലെ ഷോ സ്റ്റീലേഴ്സ് ആണ് അവരെന്ന് പറയാം. ഇത് കണ്ടവർക്ക് അവരുടെ മുഖം ഒരിക്കലും മറക്കാൻ പറ്റില്ല. സോ അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലം പെർഫോമൻസ് ആണ് രണ്ടുപേരും സമ്മാനിച്ചത്. അതുപോലെ തന്നെ 90s ബോളിവുഡ് നായികമാരിൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള നടിയായിരുന്നു സോനാലി ബേന്ദ്രെ. പുള്ളിക്കാരി ഇതിലെ കുട്ടികളുടെ അമ്മ മോന അറോറയായിട്ട് ഒരു സ്ട്രോങ് കംബാക്ക് തന്നെ നടത്തിയിട്ടുണ്ട്. കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഇമോഷണൽ പോർഷൻസിൽ പുള്ളിക്കാരിയുടെ ചെറിയ മുഖഭാവം പോലും നമ്മുടെ ഉള്ളുലയ്ക്കുന്ന വിധമാണെന്ന് പറയാം. സോ ഒരു നല്ല താരം തന്നെ ആ റോളിൽ വരണമായിരുന്നു. നല്ല പ്രകടനം തരികയും ചെയ്യണം. അല്ലെങ്കിൽ മൊത്തം സീരീസിന്റെ ഇമോഷണൽ സ്ട്രക്ചർ തന്നെ കുളമാകാനുള്ള സാധ്യതയുണ്ട്. സോ അവരുടെ കാസ്റ്റിംഗ് പെർഫെക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അശോക് അറോറയായിട്ട് വന്ന ആമിർ ബഷീർ, നായകന്റെ അച്ഛനായിട്ട് വന്ന രാകേഷ് ബേദി, ജേർണലിസ്റ്റ് നിസാർ എന്ന കഥാപാത്രമായിട്ട് വന്ന അൻഷുൽ ചൗഹാൻ, പിന്നെ കുട്ടികളായിട്ട് അഭിനയിച്ച ദിവ്യ ശർമ്മ, വിവാൻ ശർമ്മ എന്നിവരുടെ പേരുകളും എടുത്തു തന്നെ പറയണം. സോ ഇവരും ബാക്കി അഭിനയിച്ച എല്ലാവരും ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. മിക്കവരെയും നമുക്ക് ക്യാരക്ടേഴ്സ് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ടെക്നിക്കലി മികച്ച സീരീസ് ആണ്. ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ് ഒക്കെ നല്ലതാണെങ്കിലും ഏറ്റവും ആദ്യം തന്നെ എനിക്ക് പറയാൻ തോന്നുന്നത് ഇതിന്റെ ആർട്ട് വർക്കാണ്. 70കളുടെ അന്ത്യമാണ് സീരീസിൽ കാണിക്കുന്നത്. അപ്പോഴത്തെ ഡ്രസ്സ്, വണ്ടികൾ മുതൽ കസേര, പേന, പെൻസിൽ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിലിംഗിലും നന്നായിട്ട് ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണെങ്കിലും ഒരു ഭയങ്കര ക്ലാസി ഫീൽ ഉണ്ടായിരുന്നു. ഇമോഷണൽ പോർഷൻസിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വല്ലാതെ ആ സീൻസിനെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ക്യാമറ സൗമ്യാനന്ദ സാഹി, എഡിറ്റർ മാനസ് മിത്തൽ, ആർട്ട് ഡയറക്ടർ അഭിജിത് ശ്രേഷ്ഠ്, മ്യൂസിക് അജയ് ജയന്തി, പാർത്ഥ് പാണ്ഡ്യ എന്നിവരുമാണ്. ഇനി ഇതിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സീരീസിന് ലെങ്ത് അല്പം കൂടുതൽ തന്നെയാണെന്നുള്ളതാണ്. പക്ഷെ പേഴ്സണലി ഞാൻ ഇതിൽ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിരുന്നതുകൊണ്ട് എനിക്ക് ആ ലെങ്ത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ഞാൻ ആ കഥയുടെ ഒഴുകിനൊപ്പമായിരുന്നു. പക്ഷെ ചിലർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ഇമോഷണൽ ഡ്രാമാസ് ഇഷ്ടമല്ലാത്ത ഫാസ്റ്റ് പേസ്ഡ് ആക്ഷൻ ആൻഡ് മാസ് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സീരീസും അല്ലത്. സോ മൊത്തത്തിൽ മികച്ച ഒരു ക്രൈം ഡ്രാമയാണ് രാഖ്. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ഇമോഷണൽ ആയ, ക്രൂവൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. കണ്ടു കഴിഞ്ഞ് കുറച്ചുനാൾ നിങ്ങളെ ഇത് ഹോണ്ട് ചെയ്യും. അത്തരം ക്രൈം ത്രില്ലേഴ്സ് അല്ലെങ്കിൽ റിയൽ ഇൻസിഡൻസിനെ കുറിച്ച് അറിയാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഞാനിത് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാൻ പറ്റും. 36 മുതൽ 47 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകൾ ഈ സീരീസിലുണ്ട്. ഹിന്ദിക്കൊപ്പം തമിഴ് ഡബ്ബിംഗ് ഉണ്ട്, മലയാളം ഡബ്ബിംഗ് ഇല്ല, പക്ഷെ മലയാളം സബ് ടൈറ്റിൽ ഉണ്ട് കേട്ടോ. സംസാരിക്കുന്ന പ്രമേയവും ഇതിലെ വയലൻസും ഡിസ്റ്റർബിംഗ് സീനുകളും ഒക്കെ കൊണ്ട് ഇത് 18+ ആണ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.